പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു കാണിച്ചു ഇസ്രായേൽ. യമനിലെ ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തി തകർത്തു തരിപ്പണമാക്കി. ഹൂതികൾ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഒരു ബാലിസ്റ്റിക് മിസൈലാണ് പ്രയോഗിച്ചതെങ്കിൽ മറുപടിയായി മാരകമായ ആക്രമണമാണ് ഇസ്രായേൽ യമനിലേക്ക് നടത്തിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3:15 ആദ്യ ആക്രമണ തരംഗമുണ്ടായത്. ഇസ്രായേലിന്റെ ഫൈറ്റിംഗ് ജെറ്റുകൾ അത് ഹുദൈദ തുറമുഖത്തിലേക്കും അതുപോലെ തന്നെ സാലിഫ് തുറമുഖത്തിലേക്കും തങ്ങളുടെ ബോംബുകൾ വർഷിച്ചു. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യമനിലെ തുറമുഖമാണ് ഹുദൈദ. നേരത്തെ 2 തവണ ഇസ്രായേൽ ഹുദൈദ തുറമുഖം ആക്രമിച്ചിരുന്നു. എന്നാൽ അതിന് സമാനമായിരുന്നില്ല കഴിഞ്ഞ രാത്രിയിലെ ആക്രമണം. മാരകമായ പ്രഹരമാണ് ഹുദൈദയിലും അൽ-ഇസയിലുമായി ഇസ്രായേലി സേന നടത്തിയത്. കപ്പലുകളെ തീരത്തേക്ക് അടുപ്പിക്കുന്നതിനുള്ള ഡഗ്ഗുകൾ 8 ഡഗ്ഗുകൾ ആക്രമണത്തിൽ തകർന്നു തരിപ്പണമായി. നിരവധി ബോട്ടുകൾ, നിരവധി പ്രവർത്തന കേന്ദ്രങ്ങൾ ഒക്കെ തന്നെ തകർത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അക്ഷരാർത്ഥത്തിൽ യമനിലെ 3 തുറമുഖങ്ങൾ സ്തംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. 3 തുറമുഖങ്ങളുടെ പ്രവർത്തനം പാടെ നശിപ്പിച്ചു ഇസ്രായേലിൻ്റെ ആക്രമണം. കഴിഞ്ഞില്ല, പിന്നാലെ 2ാം ആക്രമണം രാവിലെ 4:15 ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ സനയ്ക്ക് ചുറ്റുമുള്ള സനയ്ക്ക് തെക്കും വടക്കുമുള്ള 2 പവർ പ്ലാന്റുകൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം. 2 പ്രധാനപ്പെട്ട ഊർജ പദ്ധതികൾ, ആ കേന്ദ്രങ്ങൾ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായി. സനാപട്ടണത്തിൽ വമ്പൻ തീപിടുത്തമുണ്ടായി. സനാപട്ടണത്തിൻ്റെ ആകാശത്ത് പുകച്ചുരുളുകൾ ഉയർന്നു. അങ്ങനെ സനയിലെ ജനങ്ങളാകെ പരിഭ്രാന്തരായി. മൊത്തം 9 പേർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് യമനിലെ ഹൂതി നിയന്ത്രണത്തിലുള്ള അൽ മജീറ ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ നാശനഷ്ടങ്ങൾ അതിലെത്രയോ 10 മടങ്ങ് വലുതാണെന്ന് ഇസ്രായേൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഹൂതികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുക എന്നതായിരുന്നു ഈ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിട്ടതെന്ന് IDF വ്യക്തമാക്കുന്നു. തുറമുഖങ്ങളാണ് യമനിലെ ഹൂതികളുടെ പ്രധാന വരുമാന മാർഗവും പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രവും. ആയുധക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, അതുപോലെ തന്നെ ചെങ്കടലിലും ഏദൻ കടലിടുക്കിലൂടെയുമുള്ള ചരക്കു കപ്പലുകളെ പിടിച്ചെടുത്ത് കൊള്ളയടിക്കൽ തുടങ്ങിയവയ്ക്ക് പേര് കേട്ട കുപ്രസിദ്ധി കേട്ട സംഘമാണ് ഹൂതികൾ. ആ ഹൂതികളുടെ പ്രവർത്തന കേന്ദ്രത്തെ തന്നെ, മസ്തകത്തെ തന്നെയാണ് ഇപ്പോൾ പ്രഹരിച്ച് തളർത്തിയിരിക്കുന്നത് ഇസ്രായേലി സേന. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള 3 തുറമുഖങ്ങൾ ഛന്ന ഭിന്നമായി കഴിഞ്ഞിരിക്കുന്നു. 3 തുറമുഖത്തെ ആക്രമിച്ച് നശിപ്പിച്ചിരിക്കുന്നു ഇസ്രായേലി സേന. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഹുദൈദയിലേക്ക് നേരത്തെ 2 തവണ ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ തലസ്ഥാനമായ സനയെ ലക്ഷ്യമിട്ടത് ആദ്യമായിട്ടാണ്. സനയ്ക്ക് ചുറ്റുമുള്ള 2 പ്രധാനപ്പെട്ട പവർ പ്ലാന്റുകൾക്ക് നേരെയായിരുന്നു പ്രധാനപ്പെട്ട ആക്രമണം. ഈ ആക്രമണത്തിൽ പ്രധാനപ്പെട്ട ഊർജ കേന്ദ്രങ്ങൾ തകർത്തു, സൈനിക കേന്ദ്രങ്ങൾ തകർത്തു, അതുപോലെ ആയുധശാലകൾ തകർത്തു എന്നീ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 14 ഫൈറ്റർ ജെറ്റുകൾ, അതുപോലെ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ ശേഷിയുള്ള മറ്റു ചില വിമാനങ്ങൾ, അതുപോലെ തന്നെ ചാരവിമാനങ്ങൾ, ഇവയുടെ എല്ലാം സംഘമാണ് ഹുദൈദയിലേക്കും യമനിലേക്കും കഴിഞ്ഞ രാത്രി ആക്രമണം നടത്തിയത്. കഴിഞ്ഞ 1-2 ആഴ്ചക്കാലമായി ഈ ആക്രമണം ആസൂത്രണം ചെയ്യുകയാണ് ഇസ്രായേൽ. എന്നാൽ കഴിഞ്ഞ രാത്രി പൊടുന്നനെയാണ് ആക്രമണത്തിൻ്റെ തീരുമാനം അവസാന നിമിഷം എടുത്തത്. അത് ഇൻ്റലിജൻസിൻ്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. നേരത്തെ ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചിരുന്നു ഹൂതികൾ. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ടെൽ അവീവിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചത്. എന്നാൽ ആ ബാലിസ്റ്റിക് മിസൈലിനെ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം പാടെ തകർത്തു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ 200ഓളം ബാലിസ്റ്റിക് മിസൈലുകളും 190ഓളം ഡ്രോണുകളുമാണ് ഹൂതികൾ യമനിൽ നിന്ന് പല ഘട്ടങ്ങളിലായി ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചത്. ഇവയിൽ ഒട്ടുമുക്കാലും ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധത്തിൽ തട്ടി തകർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 1-2 ഡ്രോണുകൾ മാത്രമാണ് ഇസ്രായേലിനുള്ളിലേക്ക് പതിച്ചത്. അവ കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കിയില്ല എന്നതും യാഥാർത്ഥ്യമാണ്. അതേസമയം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നടുവൊടിഞ്ഞിരിക്കുകയാണ് ഹൂതികൾക്കെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹൂതികളുടെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രമായ ഹുദൈദയെ താറുമാറാക്കി നശിപ്പിച്ചിരിക്കുന്നു ഇസ്രായേലി സേന എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. 5 ഇടങ്ങളിലേക്കാണ് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം ഉണ്ടായത്. 5 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഡസൻ കണക്കിന് മിസൈലുകളാണ് ഇസ്രായേലിൻ്റെ വ്യോമസേന തൊടുത്തുവിട്ടത്.
വ്യോമസേനയുടെ ആക്രമണത്തിൽ സനയിലെ പ്രധാനപ്പെട്ട 2 ഊർജ്ജ പ്ലാന്റുകൾക്ക് സാരമായ കേടുപാടുകളുണ്ടായി. അതുപോലെ ഹുദൈദയിലെയും അലിഫിലെയും പ്രധാനപ്പെട്ട തുറമുഖങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. തുറമുഖത്തിലെ പ്രധാനപ്പെട്ട യന്ത്രഭാഗങ്ങൾ കത്തിനശിച്ചു. അതുപോലെ തന്നെ നിരവധി ഡക്കുകളെ ആക്രമിച്ച് നശിപ്പിച്ചു. യമന്റെ കപ്പലുകളെയും നശിപ്പിച്ചു. ചെറു ബോട്ടുകളെ ആക്രമിച്ച് നശിപ്പിച്ചു. അങ്ങനെ ഹൂതികൾക്ക് ശക്തമായൊരു തിരിച്ചടി തന്നെയാണ് ഇസ്രായേൽ നൽകിയത്. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചതിൻ്റെ പ്രതികാരമായിട്ടാണ് ഇസ്രായേലിൻ്റെ ആക്രമണം എന്നുള്ള വിവരങ്ങൾ തന്നെ പുറത്തു വരുന്നു. IDF തന്നെ ആക്രമണത്തെക്കുറിച്ചുള്ള സ്ഥിരീകരണം നൽകുന്നുണ്ട്. കനത്ത നാശനഷ്ടം ഹൂതികൾക്ക് ഉണ്ടാക്കാൻ ആക്രമണത്തിലൂടെ സാധിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത്. ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിന്റെ പ്രസ്താവന വന്നു. ഇസ്രായേലിന്റെ കരങ്ങൾ നീണ്ടതാണ്. ആ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ യമനിലെ ഹൂതികൾക്ക് കഴിയില്ല. ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. എത്ര വേഗമാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ നിങ്ങൾക്കൊരിക്കലും ഞങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിയില്ലെന്നും ഇസ്രായേൽ കാറ്റ്സ് വ്യക്തമാക്കി. ഇസ്രായേലിൻ്റെ നീണ്ട കരങ്ങൾ യമനെ അധികം വൈകാതെ തന്നെ വരിഞ്ഞു മുറുക്കുമെന്നുള്ള നിർണായകമായ പ്രസ്താവനയും ഇസ്രായേൽ കാറ്റ്സ് നടത്തുകയുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൂതികളിൽ നിന്നുണ്ടായ പ്രകോപനപരമായ മിസൈൽ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണിത് എന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഇതൊരു സാമ്പിൾ മാത്രമാണ്. ഇനിയും പ്രകോപനങ്ങൾ ഹൂതികൾ തുടർന്നാൽ യമനിലെ പ്രധാനപ്പെട്ട ഹൂതി കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർക്കും. ഹിസ്ബുള്ളയുടെ ഗതിയാവും ഹൂതികൾക്ക്. ലെബനനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുടെ അവസ്ഥയാവും യമനിലെ പട്ടണങ്ങൾക്കെന്നുള്ള ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇസ്രായേൽ കാറ്റ്സ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഹൂതികളുടെ തുറമുഖ സംവിധാനങ്ങളെ, തുറമുഖത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളെ, പ്രധാനപ്പെട്ട കപ്പലുകളെ ഒക്കെ തന്നെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തുറമുഖങ്ങളാണ് ഹൂതികളുടെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രങ്ങൾ. തുറമുഖം വഴിയുള്ള ആയുധ കടത്താണ് അവരുടെ വരുമാന മാർഗം. അപ്പോൾ അടിസ്ഥാനപരമായി അവരുടെ പ്രധാനപ്പെട്ട സ്രോതസ്സുകളെ തകർക്കുക എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലെ ആക്രമണത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. ആ ലക്ഷ്യത്തിൽ ഇസ്രായേൽ ഏറെക്കുറെ വിജയിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. ഇനിയും ചെങ്കടലിലൂടെയോ അല്ലെങ്കിൽ ഏതൻ കടലിടുക്കിലൂടെയുള്ള ഏതെങ്കിലും ചരക്ക് കപ്പലുകളെ ഹൂതികൾ ആക്രമിക്കുകയാണെങ്കിൽ വീണ്ടും ഇസ്രായേലിൻ്റെ ആക്രമണം യമനിലേക്ക് ഉണ്ടാകുമെന്നുള്ള ശക്തമായ മുന്നറിയിപ്പും ഇപ്പോൾ ഇസ്രായേൽ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഹൂതികൾക്ക് നേരത്തെ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും സംയുക്ത ആക്രമണം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ അമേരിക്കയുടെ പടക്കപ്പലുകളെയും അമേരിക്കയുടെ ചരക്ക് കപ്പലുകളെയും തന്നെ ഹൂതികൾ മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വന്നു. അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും ശക്തമായ ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് യമനിലേക്ക് ഉണ്ടാകുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള പ്രാഥമികമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നാശനഷ്ടങ്ങളുടെ കണക്കോ തോതോ ഇതുവരെ വ്യക്തമായി പുറത്തു വന്നിട്ടില്ല.